നിങ്ങൾക്ക് വയറിളക്കം വിട്ടുമാറാതെ തുടരുന്നുണ്ടോ? കൂടെ കൂടെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നുണ്ടോ? ഒരു ദിവസം ഏകദേശം 5 തവണയിൽ കൂടുതൽ ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്നുണ്ടോ? ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷവും ഒരു തൃപ്തി തോന്നാതെ ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ടോ? മലത്തിലൂടെ രക്തവും കഫവും കലർന്ന രൂപത്തിൽ പോകുന്നുണ്ടോ? ശരീരത്തിന്റെ ഭാരം പെട്ടെന്ന് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, ഇടയ്ക്കിടെ വയറുവേദന ഉണ്ടാകാറുണ്ടോ? ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ നിസ്സാരമായി കണക്കാക്കരുത്. ഇത് ചിലപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാവാം. നമ്മുടെ വൻകുടലിൽ ഉണ്ടാകുന്ന ദീർഘകാലമായിട്ടുള്ള വീക്കം, അതായത് ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ് ഈ രോഗത്തിന്റെ അടിസ്ഥാനം. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്ക് ഉണ്ടാകുന്ന തകരാറുകൾ, ജനിതകമായിട്ടുള്ള ചില കാരണങ്ങൾ, അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, തെറ്റായ ഭക്ഷണക്രമവും ജീവിതശൈലിയും ഈ രോഗാവസ്ഥയെ വഷളാക്കാൻ സാധ്യതയുണ്ട്. ഈ രോഗം ആവർത്തിച്ചു വരാതിരിക്കാൻ സമഗ്രമായ ചികിത്സ ആവശ്യമാണ്. ആയുർവേദത്തിൽ ഗ്രഹണി, രക്താതിസാരം തുടങ്ങിയ രോഗാവസ്ഥകളുമായി ബന്ധപ്പെടുത്തി ഓരോ രോഗിക്കും അനുയോജ്യമായിട്ടുള്ള ചികിത്സാക്രമങ്ങളും പഥ്യവും നിർദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രോഗത്തെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി വയറിളക്കം നീണ്ടു നിൽക്കുകയാണെങ്കിലും മലം പോകുന്നതിൽ രക്തവും കഫവും കൂടി ചേർന്ന് പോകുന്നുണ്ടെങ്കിലും ആയുർവേദത്തിൽ കൃത്യമായ ചികിത്സയുണ്ട്. ചികിത്സ വൈകിക്കാതിരുന്നാൽ മതി.